കേദാർനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ രുദ്രപ്രയാഗ് ജില്ലയിലാണ് കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹിന്ദുക്കളുടെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഹിമാലയൻ പർവ്വതനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. കൂടാതെ ചാർധാം, പഞ്ച് കേദാർ എന്നിവയിലും ഉൾപ്പെടുന്നു. പാണ്ഡവരുടെ ചെറുമകനായ ജനമജയ മഹാരാജാവ് പണികഴിപ്പിച്ചതെന്നു കരുതപ്പെടുന്ന ഈ ക്ഷേത്രം കത്യുരി ശൈലിയിൽ കല്ലിൽ പണിതതാണ്. കേദാർനാഥ് ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വയംഭൂ ശിവലിംഗം അതിപുരാതനവും ആദിശങ്കരാചാര്യൻ നവീകരിച്ചതുമാണ്. ക്ഷേത്രത്തിന്റെ ചരിത്രവും പ്രാധാന്യവും. കേദാർനാഥ് ക്ഷേത്രം ആരാണ് പണികഴിപ്പിച്ചത്, എപ്പോൾ എന്നതിനെക്കുറിച്ച് പല വിശ്വാസങ്ങളും നിലവിലുണ്ട്. ശാസ്ത്രീയ വീക്ഷണമനുസരിച്ച് ഈ ക്ഷേത്രം 8ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാകണം. എന്തായാലും 1200 വർഷമെങ്കിലും ഈ ക്ഷേത്രം നിലവിലുണ്ട്. കേദാർനാഥിന്റെ ഭൂമി ഇന്നും പ്രതികൂലമാണ്. ഒരു വശത്ത് 22,000 അടി ഉയരമുള്ള കേദാർനാഥ് കുന്നും മറുവശത്ത് 21,600 അടി ഉയരമുള്ള കറാച്ച് കുണ്ടും മൂന്നാം വശത്ത് 22,700 അടി ഉയരമുള്ള ഭാരത് കുണ്ടും. ഈ 3 പർവ്വതങ്ങളിലൂടെ 5 നദികൾ ഒഴുകുന്നു: മന്ദാകിനി, മധുഗംഗ, ചിരഗംഗ, സരസ്വതി, സ്വരന്തരി. ഈ നദികളിൽ ചിലത് പുരാണങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ചയും മഴക്കാലത്ത് പേമാരിയും അനുഭവപ്പെടുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നും അവിടെ കാറിൽ പോകാൻ കഴിയില്ല. എന്നിട്ടും ഇത്രയധികം ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിലും അതിന്റെ മഹത്വത്തിലുമാണ്. വാസ്തുവിദ്യയും നിർമ്മാണവും. കേദാർനാഥ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ അതിശയിപ്പിക്കുന്നതാണ്. സിമന്റ് ഇല്ലാത്ത കല്ലുകൾ യോജിപ്പിച്ച ആഷ്ലാർ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ താപനില വ്യതിയാനങ്ങൾ കല്ലുകളുടെ സന്ധികളിൽ സ്വാധീനം ചെലുത്തുന്നില്ല. ഈ ക്ഷേത്രം വടക്ക് തെക്ക് ദിശയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ മിക്ക ക്ഷേത്രങ്ങളും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക ദിശ കാരണം 2013-ലെ വെള്ളപ്പൊക്കത്തിലും ക്ഷേത്രം സുരക്ഷിതമായി തുടർന്നു. ഒരു വലിയ പ്ലാറ്റ്ഫോമിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിൽ ഒരു മണ്ഡപവും ഒരു ശ്രീകോവിലുമുണ്ട്. അവിടെ സ്വയംഭൂ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. 2013 പ്രളയവും ക്ഷേത്രഘടനയും. 2013 ജൂണിൽ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഉണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും ഏറ്റവുമധികം നാശനഷ്ടമുണ്ടായ പ്രദേശമാണ് കേദാർനാഥ് ക്ഷേത്രം. വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വീടുകൾ ഒലിച്ചുപോയെങ്കിലും ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗവും താഴികക്കുടവും സുരക്ഷിതമായി നിലനിന്നു. IIT മദ്രാസ് നടത്തിയ NDT ടെസ്റ്റുകൾ, ഡെറാഡൂണിലെ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോളജിയുടെ ലിഗ്നോമാറ്റിക് ഡേറ്റിംഗ് ടെസ്റ്റുകൾ എന്നിവ പ്രകാരം ക്ഷേത്രത്തിന്റെ ഘടന വളരെ ശക്തമാണ്. 14 മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഇത് പൂർണ്ണമായും മഞ്ഞുപാളിയിൽ തന്നെ നിലനിന്നിരുന്നു. എന്നിട്ടും അത് കഷ്ടപ്പെട്ടില്ല. ഏതെങ്കിലും കേടുപാടുകൾ. ആരാധനയും പാരമ്പര്യങ്ങളും. കേദാർനാഥ് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജാക്രമമുണ്ട്. രാവിലെ ശിവന്റെ ജ്യോതിർലിംഗം കുളിപ്പിച്ച് നെയ്യ് പുരട്ടി ആരതി നടത്തുന്നു. സന്ധ്യാസമയത്താണ് ഭഗവാനെ അലങ്കരിക്കുന്നത്. പുരാതന കാലം മുതൽ തീർത്ഥാടകരായ പുരോഹിതന്മാർ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ജംഗം സമുദായത്തിലെ റാവലുകൾ ഇവിടെ ആരാധനയ്ക്കായി എത്തുന്നു. കഥയും പുരാണ പ്രാധാന്യവും. കേദാർനാഥിന്റെ കഥ മഹാഭാരതത്തിലെ പാണ്ഡവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ ഇവിടെ ശിവന്റെ അനുഗ്രഹം തേടുന്നു. പാണ്ഡവരുടെ ഭക്തി കണ്ട് ശിവൻ കാളയുടെ രൂപമെടുത്ത് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ആരാധിക്കുന്ന ഈ ക്ഷേത്രം പഞ്ചകേദാരിൽ പെടുന്നു. യാത്രയും തത്വചിന്തയും. എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന കേദാർനാഥ് യാത്ര ഛോട്ടാ ചാർ ധാം യാത്രയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഏപ്രിൽ മുതൽ നവംബർ വരെ ക്ഷേത്രത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കും. ശൈത്യകാലത്ത് വിഗ്രഹം ഉകിമത്തിലേക്ക് കൊണ്ടുപോകും. രാവിലെ 6 മണി മുതൽ രാത്രി രാവിലെ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയാണ് ദർശന സമയം. ശൈത്യകാലത്ത് ക്ഷേത്രം അടച്ചിരിക്കും. വൈശാഖിന് ശേഷം വാതിലുകൾ തുറക്കും. കേദാർനാഥ് ക്ഷേത്രം അതിന്റെ മഹത്വവും വിശ്വാസവും കൊണ്ട് നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ഇന്ത്യൻ വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിന്റെയും അത്ഭുതകരമായ ഉദാഹരണമാണ്. ഈ ക്ഷേത്രം മതപരമായ കാഴ്ചപ്പാടിൽ മാത്രമല്ല, നിർമ്മാണവും വാസ്തുവിദ്യയും കാരണം ഒരു പ്രധാന പൈതൃകമാണ്.